സീറ്റുകളുടെ എണ്ണം 850ലേക്ക് ഉയരും. സംസ്ഥാനങ്ങളിൽ 815 സീറ്റുകളും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ 35 സീറ്റുകളുമാണ് വിഭാവനം ചെയ്യുന്നത്. മണ്ഡല പുനർനിർണയ ബില്ലുകൾ എംപിമാർക്ക് വിതരണം ചെയ്തു തുടങ്ങി. PR സുനിൽ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. സുനിൽ, നേരത്തെ സീറ്റുകളുടെ എണ്ണം 816 ആകുമെന്നായിരുന്നു സൂചനകൾ ഉണ്ടായിരുന്നത്. പക്ഷേ പുതിയ ബില്ല് പ്രകാരം അത് 850 ഉയരുമെന്ന് മനസ്സിലാവുന്നു, അല്ലേ? റോഷിനി, വളരെ പ്രധാനപ്പെട്ട നീക്കമാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നത്. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി രാജ്യത്ത് ലോക്സഭാ സീറ്റുകളുടെ മണ്ഡല പുനർനിർണയം നടത്താനുള്ള തീരുമാനം കേന്ദ്ര സർക്കാർ എടുക്കുകയാണ്. ഇതിനായുള്ള ബില്ലും ഒപ്പം തന്നെ ഭരണഘടനാ ഭേദഗതി ബില്ലും ഇപ്പോൾ പാർലമെന്റിൽ കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. ഇതിന്റെ ഭാഗമായി ബില്ലിന്റെ പകർപ്പുകളാണ് പാർലമെന്റ് അംഗങ്ങൾക്ക് വിതരണം ചെയ്തിരിക്കുന്നത്. ഏതായാലും വലിയ പ്രതിഷേധങ്ങൾ ഈ വിഷയത്തിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 2011 സെൻസസിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മണ്ഡല പുനർനിർണയം നടത്താൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളിലും ഒപ്പം തന്നെ കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലുമായിട്ടാണ് ഇപ്പോൾ 850 ലോക്സഭാ സീറ്റുകളുടെ എണ്ണം വർദ്ധിക്കുക. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച് കേരളത്തിലും തമിഴ്നാട്ടിലും ഒക്കെ തന്നെ സീറ്റുകളുടെ എണ്ണം കൂടും എന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. കേരളത്തിൽ നിലവിലുള്ള ലോക്സഭാ സീറ്റുകളുടെ എണ്ണം 20ൽ നിന്ന് 30 ഉയരാനുള്ള സാധ്യതയുണ്ട്. തമിഴ്നാട്ടിലും സീറ്റുകളുടെ എണ്ണം കൂടാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും ഇത് നടപ്പാക്കണമെങ്കിൽ ഭരണഘടനാ ഭേദഗതി പാർലമെന്റ് അംഗീകരിക്കണം. 3/2 ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ ലോക്സഭയിലും രാജ്യസഭയിലും ഈ ബില്ല് പാസ്സാവുകയുള്ളൂ. അതേസമയം കേന്ദ്ര സർക്കാരിന് 3/2 ഭൂരിപക്ഷം 2 സഭകളിലും ഇല്ല എന്നതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തിന്റെ കൂടി സഹകരണമില്ലാതെ ഈ ബില്ലുകൾ പാസ്സാക്കാൻ സർക്കാരിന് സാധിച്ചേക്കില്ല. ഏതായാലും ഈ ബില്ല് പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്കോ അല്ലെങ്കിൽ സംയുക്ത പാർലമെന്ററി സമിതിക്കോ വിടാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും ഇതിപ്പോൾ വലിയ ചർച്ചയായിരിക്കുകയാണ്. ലോക്സഭാ സീറ്റുകളുടെ എണ്ണം കേന്ദ്ര സർക്കാർ കൂട്ടാൻ പോകുന്നു. അതിന്റെ ഭാഗമായി മണ്ഡല പുനർനിർണയം നടപ്പാക്കാൻ പോകുന്നു എന്നത്. മണ്ഡല പുനർനിർണയം നടപ്പാക്കുമ്പോൾ അതിനൊപ്പം വനിതാ സംവരണം കൂടി നടപ്പാക്കും എന്നുകൂടി ഇപ്പോൾ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുകയാണ്. 33% വനിതാ സംവരണം നേരത്തെ പാർലമെന്റ് പാസാക്കിയതാണ്. അപ്പോൾ ആ വനിതാ സംവരണം നടപ്പാക്കുക. മണ്ഡല പുനർനിർണയം പൂർത്തിയാക്കിയ ശേഷം ലോക്സഭാ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിച്ച ശേഷമായിരിക്കും എന്നുകൂടി കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുകയാണ്. ശരി, PR സുനിലാണ് വിശദാംശങ്ങൾ.